എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ജീവിതം വല്ലാതെ ബോറടിക്കുന്നു എന്ന്, അല്ലേ? നമ്മൾ ഇന്ന് സ്വാഭാവികമായിട്ട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു കാര്യം കൂടിയായി അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയെന്നുള്ളതാണ്. പക്ഷേ ഈ ബോറടിയൊക്കെ നമ്മൾ മാറ്റണ്ടേ? ആകെയുള്ളത് ഒരിത്തിരി പോകുന്ന ഒരു ജീവിതമാണ്, ചെറിയൊരു കാലഘട്ടമാണ്. ആ കാലഘട്ടം കൂടി നമ്മളിങ്ങനെ ബോറടിച്ചിരുന്നു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിന് എന്തർത്ഥമാണ്, അല്ലെങ്കിൽ എന്ത് സൗന്ദര്യമാണ് നമുക്ക് കണ്ടെത്താനാവുക? കിട്ടുന്ന ഓരോ നിമിഷങ്ങളെയും സുന്ദരമാക്കാൻ കഴിയുമ്പോഴാണ് ജീവിതത്തിനൊരു ഭംഗി ഉണ്ടാവുന്നത്, അതിന് ഒരർത്ഥം ഉണ്ടാവുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ബോറടിയൊക്കെ ജീവിതത്തിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും മാറ്റിയെടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും കടന്നു വരുന്നൊരു ചോദ്യമുണ്ട്, ഇതെങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളത്, അല്ലേ? എന്തുകൊണ്ടാണ് ബോറടിക്കുന്നത്? പലപ്പോഴും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ചിന്തിച്ച് ചടഞ്ഞുകൂടി ഇരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മളിങ്ങനെ ഈ ബോറടിയൊക്കെ ഉണ്ടാകുന്നത്, അല്ലേ? അപ്പോൾ അതൊക്കെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. നിലവിലുള്ള നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൊക്കെ ഒരു ചെറിയ അഴിച്ചുപണികളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ബോറടിയൊക്കെ മാറ്റി ജീവിതത്തെ കുറേ കൂടി ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ട് നമുക്ക് നിലനിർത്താനാവണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരു ഭംഗിയും അർത്ഥവുമൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നോക്കുന്നത് അതിനെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ബോറടിയൊക്കെ മാറ്റാൻ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഒരു 5-6 കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, പലപ്പോഴും പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ പുതുമകൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. പലപ്പോഴും ഈ ബോറടിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആവർത്തന വിരസതയാണ്. ഒരു കാര്യം ഒരേ രീതിയിൽ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു മടുപ്പുണ്ടാവും. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ്റെ ഒരു പൊതു സൈക്കോളജി എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതിനോടും അടുത്തറിയുന്നതിനോടുമൊക്കെ ഒരു സ്വാഭാവിക മടുപ്പ് സംഭവിക്കാറുണ്ട്. ഈ മടുപ്പ് മാറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും എന്തെങ്കിലുമൊക്കെ പുതുമകൾ കണ്ടെത്താൻ പറ്റണം. അത് നമ്മുടെ വീട്ടിലുള്ള അന്തരീക്ഷമായാലും ബന്ധങ്ങൾക്കിടയിലുള്ള ഇടപെടലുകളാണെങ്കിലും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എന്തുണ്ടാവണം? എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതുമകൾ ജീവിതത്തിൽ കണ്ടെത്താൻ പറ്റണം. വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാറ്റിയെടുക്കാനാവുക? വീട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലേ? ഓരോ മുറികളും കിച്ചണും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെറ്റിങ്സ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? പൊളിച്ചെഴുതണം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലെ കട്ടിലും ടേബിളും അതുപോലെ തന്നെ വാർഡ്രോബും കിച്ചൺ ഏരിയയും അങ്ങനെ എല്ലാ ഇടങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? ഒരു മാറ്റം വരുത്തുക, ഒരു അഴിച്ചുപണി നടത്തുക. ഒരേ കാഴ്ച തന്നെ എല്ലാ ദിവസവും കാണുമ്പോൾ ഉണ്ടാകുന്ന മടുപ്പ് അവിടെ മാറിക്കിട്ടും. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. എല്ലാ മാസവും വീടിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ സെറ്റിങ്സും നിങ്ങൾ എന്ത് ചെയ്യുക? ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. എപ്പോഴും ഒരു പുതുമ നമുക്ക് ആ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഉണ്ടാവണം. അത് മടുപ്പില്ലാത്തൊരു അന്തരീക്ഷത്തെ ബിൽഡ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുപോലെ തന്നെ ഈ കിച്ചൺ ഏരിയയൊക്കെ അവിടെ വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അടുക്കും ചുറ്റിയോടും കൂടി നിങ്ങൾ വയ്ക്കുക. ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന സ്ഥലമല്ലേ അവിടെയൊക്കെ. അങ്ങനെ വീടിൻ്റെ അറ്റ്മോസ്ഫിയറൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് മാത്രമല്ല, നമ്മുടെ കുടുംബ ബന്ധങ്ങൾക്കിടയിലുള്ള ഇടപെടലുകളിലും മാറ്റങ്ങൾ ഉണ്ടാവണം. എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് തന്നെയല്ലേ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇന്ന് നമുക്ക് പുറത്തു പോയിട്ട് കഴിക്കാം എന്ന് കരുതുക. ആ സമയത്ത് തന്നെ ഒരു ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവുന്നത് കാണാൻ പറ്റും. ഇനി ജോലി സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ അവിടെ നമ്മുടെ മനസ്സിന് ഒരു തൃപ്തി കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് മടുപ്പില്ലാതെ കുറേ കൂടി ആക്റ്റീവ് ആകാനും കുറേ കൂടി എനർജറ്റിക് ആവാനും നമുക്ക് സാധിക്കും. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും ഒരു പുതുമ കൊണ്ടുവരിക, ആവർത്തന വിരസത ജീവിതത്തിൽ ഉണ്ടാകാതെ ശ്രമിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം യാത്രകൾ ചെയ്യുക എന്നുള്ളതാണ്. ജീവിതത്തിൽ നമുക്ക് വലിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിൽ പോകണം, പല കാഴ്ചകൾ കാണണം എന്നുള്ളതൊക്കെ നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ തന്നെയാണ്. പക്ഷേ എത്ര ആളുകൾ പോകുന്നുണ്ട്? സത്യം പറഞ്ഞാൽ ഇതൊന്നും മെനക്കെടാൻ പല ആളുകളും തയ്യാറാകുന്നില്ല. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എക്സ്ക്യൂസുകളും പറഞ്ഞ് നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെക്കുന്നു. പക്ഷെ ഒന്ന് ഓർക്കുക, നമ്മുടെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ ശക്തമായി സ്വാധീനിക്കുന്ന ഘടകമാണ് യാത്രകൾ ചെയ്യുക എന്ന് പറയുന്നത്.
നമ്മൾ പുറത്ത് പോകുമ്പോൾ വീടിൻ്റെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു പോസിറ്റീവ് എനർജിയുണ്ട്. അത് നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വലിയൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. എപ്പോഴും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു സർക്കിളിനുള്ളിൽ മാത്രം ജീവിച്ചു തീർക്കുന്നതിന് പകരം ഈ ലോകത്തിൻ്റെ വിശാലമായ സൗന്ദര്യത്തിലേക്ക് ഇറങ്ങാൻ നമ്മൾ തയ്യാറാവണം. ഇവിടെ നമ്മൾ പലപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയും അല്ലെങ്കിൽ സമയമില്ല എന്ന പരാതിയൊക്കെ പറഞ്ഞിട്ടാണ് പലപ്പോഴും ഈ യാത്രകളൊക്കെ നമ്മൾ ഒഴിവാക്കാറുള്ളത്. അതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തണം, പണം നമ്മൾ കണ്ടെത്തണം. കാരണം ജീവിതത്തിൽ എത്രയോ പണം നമ്മൾ വെറുതെ കളയുന്നുണ്ട്. അതിൽ ഒരു ചെറിയ പണമെങ്കിലും മാറ്റിവെക്കാൻ കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു വലിയ യാത്രകളൊന്നുമല്ല, ചെറിയ ചെറിയ യാത്രകൾ പോലും ജീവിതത്തെ കുറെ കൂടി നിറമുള്ളതാക്കി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മളിങ്ങനെ നാടിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോ ഒന്നും പോകേണ്ടതില്ല. നമ്മുടെ വീടിൻ്റെയോ നാടിൻ്റെയോ ചുറ്റുവട്ടത്ത് പോലും നമുക്ക് പോയിരിക്കാൻ ഒരിത്തിരി സമയം പോയിരിക്കാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ മനസ്സിന് വല്ലാതൊരു പോസിറ്റീവ് എനർജി നൽകുന്നുണ്ട് എന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് യാത്രകൾ ചെയ്യുക. നമ്മുടെ എല്ലാ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും യാത്രകൾ എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ ബോറടിയൊക്കെ മാറിക്കിട്ടുമെന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, മനസ്സൊക്കെ ആകെ അസ്വസ്ഥമായി ചടഞ്ഞുകൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് വളരെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയാൽ നിങ്ങൾ ഇത്ര സമയം ചടഞ്ഞുകൂടി ആ മെൻറ്റാലിറ്റി ഒക്കെ നിങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നത് കാണാം. നിങ്ങൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് കാണാം. നിങ്ങളുടെ സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ മാറ്റി നിർത്തി ആ യാത്രയുടെ ഭാഗമായി നിങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഈ ബോറടിയൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ്. അത് മാറ്റിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ എല്ലാ സമയവും നമുക്ക് വളരെ ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതാണ് രണ്ടാമത്തെ കാര്യം. ഇനി പറയാനുള്ള മൂന്നാമത്തെ കാര്യം നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? ഫോണും നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും, അല്ലേ? അതിലപ്പുറം ബാക്കിയുള്ളതിനെക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. എന്തെല്ലാം ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്നുണ്ട്. നൂറുകണക്കിന് ആഗ്രഹങ്ങളുണ്ട് നമുക്ക് ഓരോരുത്തർക്കും. ഈ ആഗ്രഹങ്ങളോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാനാവണം എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് നടത്താനാവണം. പല ആളുകൾക്കും പല ആഗ്രഹങ്ങളായിരിക്കും, അല്ലേ? ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, വാഹനം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ എവിടെയെങ്കിലും യാത്ര ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളും ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിക്കണം, അല്ലെ? ഒരു ക്യാമറ വാങ്ങിക്കണം, അല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങിക്കണം. അങ്ങനെ നമ്മുടെ നിത്യജീവിതവുമായിട്ട് കണക്ട് ചെയ്യുന്ന നൂറുകണക്കിന് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തണം എന്നുള്ളതാണ്. അത് നടത്തുമ്പോൾ നമ്മൾ കൂടുതൽ ആക്റ്റീവ് ആകുന്നത് കാണാൻ പറ്റും. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമം നടത്തുമ്പോൾ ഒരു വീട് വെക്കണം എന്ന ചിന്തയുമായിട്ട് നിങ്ങൾ മുന്നിട്ടിറങ്ങുക. നമ്മൾ ആലോചിച്ച് നോക്കിയേ, അങ്ങനെയുള്ള തയ്യാറെടുപ്പുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മനസ്സ് മുഴുവൻ അതിലായിരിക്കും. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളായിരിക്കും. നമുക്ക് ബോറടിക്കാനൊന്നും സമയം കാണില്ല എന്നുള്ളതാണ്. എങ്ങനെ വീട് വെക്കണം, അതിൻ്റെ പ്ലാൻ എങ്ങനെയായിരിക്കണം, അതിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് ചിന്തിക്കുവാൻ നൂറുകണക്കിന് കാര്യങ്ങൾ വന്നു ചേരും. ഇങ്ങനെ സന്തോഷത്തോടെ ചിന്തിക്കുവാൻ അവസരങ്ങൾ കിട്ടുമ്പോൾ എവിടെയാണ് ബോറടി ഉണ്ടാവുക? അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. ഈ തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ നമ്മളിലുണ്ടാകുന്ന സന്തോഷം നമ്മുടെ ബോറടിയൊക്കെ മാറ്റും. നമ്മളെ കൂടുതൽ ഊർജ്ജസ്വലതയുള്ള ഉന്മേഷമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുമെന്നുള്ളതാണ്. അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത് പറയാനുള്ളത്, കുടുംബ ബന്ധങ്ങളിൽ കൂടിച്ചേരലുകൾ ഉണ്ടാവണമെന്നുള്ളതാണ്. പലപ്പോഴും കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മൾ വഴുതി വീണപ്പോൾ സംഭവിച്ചത് എന്താണ്? ഈ കൂടിച്ചേരലുകൾ കുറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു, അല്ലേ? അച്ഛനും അമ്മയും മക്കളും ചേർന്ന ഒരു ചെറിയ കുടുംബത്തിലെ പരസ്പരം കമ്മ്യൂണിക്കേഷനും കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവർക്കും ബോറടിക്കും എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. എന്നാൽ ഇവിടെ നമുക്ക് കൂടിച്ചേരലുകൾ ഉണ്ടാവണം. നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ, മക്കൾ സ്കൂളിൽ നിന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? ഫോൺ നോക്കിയിരിക്കും, അല്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കും. അതിന് പകരം മക്കളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയണം. നമ്മുടെ പങ്കാളിയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റണം. ഒന്നിച്ചിരുന്ന് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കണം. ഈ സംസാരങ്ങൾക്കിടയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ അസ്വസ്ഥതകളൊക്കെ ഒന്ന് മാറിക്കിട്ടും. അവിടെ കൂടുതൽ നമ്മൾ ആക്റ്റീവ് ആകാൻ തുടങ്ങും. കൂടുതൽ സന്തോഷവും എനർജിയും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. ആ സമയം സംഭവിക്കുന്ന എന്താണ്? ബോറടിയൊന്നും ഇല്ലാതെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആ സമയത്ത് നമ്മളിലേക്ക് വന്നു ചേരും. അപ്പോൾ തീർച്ചയായിട്ടും കുടുംബ ബന്ധങ്ങളിൽ കൂടിച്ചേരലുകൾ ഉണ്ടാവണം. അല്ലാതെ ഭാര്യയുടെ ലോകത്തും ഭർത്താവിൻ്റെ ലോകത്തും മക്കളുടെ ലോകത്തും മാറി നിന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്നത് ജീവിതത്തിൻ്റെ ഒരു വലിയ വിരസതയാണ്.
ഈ വിരസത നമ്മുടെ കൂടുതൽ അസ്വസ്ഥതയിലേക്കും മാനസിക സമ്മർദ്ദങ്ങളിലേക്കും തള്ളിയിടും. അതുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ കൂടിച്ചേരലുകൾ ഉണ്ടാവണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 4ാമത്തെ കാര്യം. 5ാമത് പറയാനുള്ളത്, ഒന്നും ചെയ്യാനില്ല എന്ന് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ പരാതി പറയരുത്. പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താണ്? നമുക്കൊരു ഞായറാഴ്ച ദിവസം കിട്ടിക്കഴിഞ്ഞാൽ പല ആളുകളും പറയാറുള്ളത് ഒരാഴ്ചയിൽ ഏറ്റവും മോശം ദിവസമാണ് ഞായറാഴ്ച എന്നാണ്. ഒന്നും ചെയ്യാനില്ല, ആകെ ബോറടിക്കുന്ന ദിവസം എന്നാണ്. പക്ഷേ ഒരു ഞായറാഴ്ച നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്നറിയാം. ആ സമയത്താണ് നമുക്ക് ഫുൾ ടൈം, ഒരു ദിവസം മുഴുവൻ നമുക്ക് നമ്മുടെ എല്ലാ ബന്ധങ്ങളെയും ഒന്നിച്ച് കിട്ടുന്നത്. ഒരുപാട് സമയം ഒന്നിച്ച് കിട്ടുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാം, ഒരു സിനിമ കാണാൻ പോകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർക്കിൽ പോയി ഇരിക്കാം, വീട്ടിൽ നിന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം ഉണ്ടാക്കാം. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ഒരു ഞായറാഴ്ച ദിവസം, ഒരവധി ദിവസം നമുക്ക് ചെയ്യാൻ പറ്റും. ജീവിതത്തെ കുറേ കൂടി സജീവമാക്കാനുള്ളൊരു വലിയൊരു അവസരമാണ് ഓരോ അവധി ദിവസങ്ങളും എന്ന് പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറില്ല. അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല എന്ന് നമ്മളൊരിക്കലും പരാതി പറയരുത്. അതൊരു നെഗറ്റീവ് മെൻറ്റാലിറ്റിയാണ്. അത് നമ്മളെ കൂടുതൽ സമ്മർദ്ദങ്ങളിലേക്കും ബോറടിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്കും ജീവിതത്തിൻ്റെ വലിയ വിരസതയിലേക്കും നയിക്കുന്ന ഒരു മാനസികമായ ഒരു മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ട് ആ ഒരു ചിന്താഗതി പാടില്ല. നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം പറഞ്ഞതുപോലെ ഒരു ചെറിയ യാത്രയാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. കിട്ടുന്ന ഓരോ നിമിഷങ്ങളും വിലപ്പെട്ടതാക്കി മാറ്റാൻ നമ്മളെപ്പോഴും ഒരു ശ്രമം നടത്തണം. അപ്പോഴാണ് ജീവിതം കുറേ കൂടി ഭംഗിയുള്ള ഒരു യാത്രയായിട്ട് മാറുന്നത്. അതാണ് 5ാമത്തെ കാര്യം. ഇനി 6ാമത് പറയാനുള്ളത് കുറച്ച് വ്യത്യസ്തമായൊരു കാര്യമാണെങ്കിലും നമ്മുടെ ഈ ബോറടിയൊക്കെ മാറ്റാൻ നമ്മളെ ഇൻഡയറക്റ്റായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഫിസിക്കൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ശാരീരികമായ ഒരു കരുത്ത് നമുക്ക് ലഭിക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മുടെ ശരീരം തളർന്നു പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാവും. നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. നമുക്ക് എന്ത് വേണം? നമ്മുടെ ആരോഗ്യം നല്ല രീതിയിൽ നിലനിർത്തണം. അതിനെന്ത് വേണം? നല്ല രീതിയിൽ വ്യായാമം ചെയ്യണമെന്നുള്ളതാണ്. നമ്മുടെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് വളരെ പോസിറ്റീവായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. രാവിലെ എഴുന്നേറ്റ് ഒരു അരമണിക്കൂർ, സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് വ്യായാമമൊക്കെ ചെയ്ത്, ഒരു പത്രമൊക്കെ ഇടുന്നതാണെങ്കിൽ കുറച്ച് സമയം പത്രമൊക്കെ വായിച്ച്, അപ്പോഴേക്കും നമ്മുടെ വിയർപ്പൊക്കെ ഒന്ന് ഒതുങ്ങി, ആ സമയത്ത് ഒരു 2-3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച്, അതിനുശേഷം മനോഹരമായിട്ടുള്ള ഒരു കുളിയൊക്കെ കുളിച്ച് ഇറങ്ങി വരുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അത് അനുഭവിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾ തിരിച്ചറിയുക. ആ ദിവസത്തെ മുഴുവൻ പോസിറ്റീവായിട്ടുള്ള എനർജിയിൽ നിലനിർത്താൻ ആ ഒരു കാര്യം മാത്രം മതിയാവും. അതുകൊണ്ട് ഈ ചടഞ്ഞുകൂടി ഒരുപാട് സമയം മൂടിപ്പൊതച്ച് കിടന്നുറങ്ങുന്നതിന് പകരം കുറച്ച് രാവിലേക്ക് എഴുന്നേറ്റ് അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടി, ശരീരത്തിന് വേണ്ടിയൊക്കെ ഇത്തിരി സമയം മാറ്റിവെക്കാം. വ്യായാമം ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വല്ലാതൊരു കരുത്ത് നൽകുന്നുണ്ട്, അല്ലേ? നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെ പ്രോപ്പറായിട്ട് വർക്കാവുന്നത് ഒക്കെ നമ്മുടെ വ്യായാമം ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും രാവിലേക്ക് എഴുന്നേറ്റ് നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നത് നമ്മുടെ ഈ ബോറടിയൊക്കെ മാറ്റാൻ, നമ്മുടെ മനസ്സിനെ കുറേ കൂടി വളരെ വിശാലമായി ചിന്തിക്കുവാനും ഊർജ്ജസ്വലതയോടെ ഒക്കെ ചിന്തിക്കുവാനും ഒക്കെ സഹായിക്കുന്ന ഘടകമാണ് എന്ന് നിങ്ങൾ മറന്നു പോകണ്ട. ഏതായാലും 6 കാര്യങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഒന്ന് പ്രാക്ടിക്കലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ മാറ്റം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തീർച്ചയായിട്ടും കാണാനാവും. എല്ലാവർക്കും അതിന് കഴിയട്ടെ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി.